ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങുന്നത് 6:17 ആയിട്ടുണ്ട്. സമയം 6:18 ആയിട്ടുണ്ടല്ലോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കലാപരിപാടികൾ ചെയ്യാം. ഇത് ഒരു സ്പീക്കറുണ്ട്, 2 പഴം, പിന്നെ നമ്മളെ ക്ലോത്ത് നനച്ചെടുത്തത്, പിന്നെ 2 ടീഷർട്ട് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അത് എവിടെയെങ്കിലും ടൈലറിംഗ് കടൻ്റെ അടുത്തുകൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാനാണ്. പിന്നെ നമ്മളെ മിനറൽ വാട്ടറിൻ്റെ ക്യാനും ഉണ്ട്. ഇത് നമുക്ക് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറക്കണം, ഫില്ല് ചെയ്യണം. ആദ്യം വിളിച്ചിട്ട് പറയണം പുതിയൊരു ക്യാൻ ഓർഡർ ചെയ്തിട്ട്. ഇതിലൊരു ജീൻസിൻ്റെ പാൻറ് ഉണ്ട്, ഇതും കട്ട് ചെയ്യാനുള്ളതാണ്. ആ സൗത്ത് ഭാഗത്ത് കട്ട് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടൊരു ചേച്ചി, അവിടെ തിരക്കില്ലെങ്കിൽ അവിടെ കൊടുക്കണം. മിനറൽ വാട്ടറിൻ്റെ ക്യാനേ ഇവിടെ വെക്കാം കേട്ടോ. ഡിക്കിയിൽ സ്പേസ് ഒന്നും വേണ്ട. ഊബർഗോല്ലേ വിളിക്കുന്ന അല്ലേ. ഈ ബാക്കിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കലുണ്ട് കേട്ടോ വണ്ടി ഓട്ടുമ്പോൾ. ഡിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്താ അറിയില്ല. അയ്യോ, നമ്മൾ ഓയിലാണല്ലോ. ഓയിൽ സാധനം ഇല്ല, എന്നാൾ കുറച്ച് പറഞ്ഞിക്കണു. പിന്നെ ഇവിടെ ഇതൊരു വെള്ളക്കുപ്പി. കസ്റ്റമർ നമ്മൾ കാണാണ്ട് വലിയ ഇടുന്ന കുപ്പികളാണ് ഇതൊക്കെ. ഇതാ കണ്ടോ, നമ്മൾ കാണൂലല്ലോ. ഡിക്കിൻ്റെ ബാക്കിക്ക് വലിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. എല്ലാവരും ചെക്ക് ചെയ്തോണ്ട്. ഇവിടെ എന്തൊക്കെ കിലുങ്ങുന്നുണ്ടായിന്, എന്താ അറിയില്ല. അപ്പോൾ നമുക്ക് ഊബർ ഓണാക്കാം. വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6:24 ആയിട്ടോ സമയം. ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാവിലെയാണ് വാലറ്റിലുള്ള കൊടുക്കല്, അതുകൊണ്ട് രാത്രി ഒന്നും നോക്കില്ല. ഓക്കെ, -289 ഉണ്ട്. മേക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ. ഓക്കെ, അത് ഡൺ ആയിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. അപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി റാപ്പിഡ് ഓൺ ആക്കുക. യാത്ര വലിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ യാത്ര വെറുതെ ഓണാക്കുകയാണ്. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓണാക്കുക. പിന്നെ നമുക്ക് വണ്ടിൻ്റെ മാറ്റൊന്ന് ക്ലീൻ ആക്കാം. നമ്മൾ ഇന്നലെ ഷോറൂമൊക്കെ കൊണ്ടുപോയി ക്ലീൻ ആക്കുമെന്ന് എഴുതിയിട്ടാണ് ക്ലീൻ ആക്കാണ്ട് വെച്ചത്. കുറച്ചിങ്ങനെ ചളി ഉണ്ട് കണ്ടോ. ഈ വണ്ടി എന്തെന്ന് വേഗം അത്യാവശ്യം ഇവിടെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ചളി കാണുമ്പോൾ രസമല്ല. നമ്മൾ മാറ്റ് ഉണങ്ങാണ്ട് ഇട്ടിട്ടുണ്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ബ്രഷ് ഉണ്ട് നമ്മളെ കയ്യിൽ, ബ്രഷ്. ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരുതി കൊടുത്താൽ ചളി പെട്ടെന്ന് പോവും. മാറ്റിൻ്റെ ചളി പെട്ടെന്ന് പോവും എന്നുണ്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അയക്കിടാം. ഒക്കെ ക്ലീൻ ആക്കിട്ടോ. സീറ്റൊക്കെ തുടച്ചോട്ടോ, മാറ്റൊക്കെ ക്ലിയർ ആക്കിയിട്ടു. ഇപ്പോൾ കുറച്ച് വൃത്തിയുണ്ട്, അവിടെ കിടക്കട്ടെ. എന്നാലും നമ്മൾ ഷോറൂമിൻ്റെ ഭാഗത്തുകൂടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുക. അവിടെ കയറിയിട്ട് രാവിലെ ഭാഗങ്ങളിൽ അവിടെ പോകുമ്പോഴേ നടക്കുള്ളൂ. രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ നമുക്ക് ഓട്ടമുള്ള സമയമായിരിക്കും, പിന്നെ പെട്ടെന്ന് കിട്ടൂല. രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് തെറിക്കാം. CNG ഫുൾ ടാങ്കിൽ നിന്ന് 2 കട്ട പോയിട്ടുണ്ട്. 2 കട്ട പോയിട്ടുണ്ട്. ഇത് 0-ലാണ്. പിന്നെ അത് B ആട്ടോ. B ആണ് 0 ആക്കിയിട്ടിരിക്കണേ. CNGയിൽ നമ്മൾ 15 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിക്കാം. ഒന്നും കൊണ്ട് വണ്ടി എടുത്ത് നീങ്ങിയപ്പോഴാണ് ബോണറ്റിൽ മറ്റേ വൈപ്പറിൽ വെള്ളമില്ല. അപ്പോൾ എന്താണെന്നോ, കുറച്ച് വെള്ളം പാർന്നേക്കല്ലോ. ഡിക്കിയിൽ കുറച്ച് വെള്ളമുണ്ട്. ചിലപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയ ചളിയും തെറിപ്പിച്ചാൽ പോയാൽ നമുക്ക് ക്ലീൻ ആക്കാൻ വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നിറക്കട്ടെ. ഓക്കെ, അപ്പോൾ അതും സെറ്റായി, വെള്ളമായി. ഇനിയിപ്പോൾ അതിൽ ചളി ഇറപ്പിക്കുമ്പോൾ കൈകാല പെട്ടെന്ന്. മറ്റേ ചില വണ്ടികളെ അടുത്ത് സൈഡിൽ വല്ല ചളി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ തെറിക്കും, പിന്നെ ഗ്ലാസ് ആകെ മൂടും. ഫസ്റ്റത്തെ മാച്ച് ട്രിപ്പ് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, പോയി. അപ്പോൾ എന്നെ പോയാലും കുഴപ്പമില്ല. ഫസ്റ്റ് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു 4-5 ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എടുത്തിട്ടില്ല എന്നല്ല, ഫസ്റ്റത്തെ 2 നമ്മൾ എടുത്തില്ല. ഫസ്റ്റ് ഒന്ന് നിങ്ങൾ നേരത്തെ കണ്ടതും, പിന്നെ ഒരു 3 കിലോമീറ്റർ പിക്കപ്പ് അടിച്ച്. അതടുത്തത് 1.4. ഇത് ഓക്കെ. അയ്യോ, ഇത് എയർപോർട്ടിലേക്കായിരുന്നു കേട്ടോ. 457 രൂപ ഉള്ളൂ. അത് അക്സെപ്റ്റ് ആയാലും റിട്ടേൺ അടിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഊബർ നോക്കുക, എയർപോർട്ടിലേക്കാണ് ട്രിപ്പ് വന്നത്. 457 രൂപയുടെ ട്രിപ്പ്. ഭയങ്കര ഷോക്കായി. സമരമൊക്കെ ചെയ്തിട്ട് റേറ്റ് ഒക്കെ ഡൗൺ ആയിക്കാണ്. വെറുതെ സമരം ചെയ്തിട്ടാണ്. ആ ഒരു ദിവസത്തെ വരുമാനം പോയി എന്നല്ലാണ്ട് ഒന്നുമില്ല. അത് അക്സെപ്റ്റ് ആയില്ല കേട്ടോ. ഒന്നും സ്ക്രീനിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് അടിച്ച് നമ്മൾ കളഞ്ഞു. പിന്നെ ഒരു 3 കിലോമീറ്റർ പിക്കപ്പിൽ വന്നു, അതും കളഞ്ഞ്. പിന്നെ വരുന്ന മാച്ചുകളൊക്കെ ഞാൻ എടുത്തു. അത്യാവശ്യം 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അത് ആണെങ്കിൽ ഒന്നും കിട്ടണമില്ല. അപ്പം അങ്ങനെയൊക്കെ പോയപ്പോൾ ഞാൻ അത് ബോംബെ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചാടിക്കട്ടെ. എയർപോർട്ട് എന്തായെന്ന് അറിയില്ല കേട്ടോ, കണക്ട് ആയിക്കണോന്ന് അറിയില്ല. ഇത് എന്തോ നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടോണ്ട് നമ്മൾ
ആദ്യം ഒന്ന് ക്യാൻസൽ ചെയ്തല്ലോ. അതിന് ശേഷം ഞാൻ ഇങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ക്യാൻസൽ ആവുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇവിടെ എന്തോ ഒരു ലോങ്ങർ പിക്കപ്പ് അങ്ങനെ എന്തോ കണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് അക്സെപ്റ്റ് ആയിട്ട് എവിടെ കിടക്കുന്നുണ്ടോ, നമ്മൾ കാണാത്തതാണോ അറിയില്ല. അതാണ്ടാ അനദർ ഡ്രൈവർ മാച്ച് ടു ദിസ് റിക്വസ്റ്റ്. ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് മാച്ച് ആയതുകൊണ്ടായിരിക്കും അതങ്ങനെ. അപ്പം നമ്മളിത് അക്സെപ്റ്റ് ആയിട്ടൊന്നും ഇല്ല. ഇതുപോലെയാണ് നേരത്തെ ഉണ്ടായത്. നമ്മളെ റേറ്റിംഗ് കാര്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇനി ഒരു ചായ അടിക്കാം. സമയം 7:54, 8 മണിയായിട്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു ട്രിപ്പ് എടുത്തിട്ടില്ല. ഇപ്പോഴും ബോംബെ കഫേൻ്റെ അവിടെ ചായ അടിച്ചപ്പോൾ 2 ട്രിപ്പ് വന്നു, മാച്ച് ട്രിപ്പ്. അതൊക്കെ അതേപോലെ തന്നെ 5 കിലോമീറ്ററൊക്കെ പിക്കപ്പ്, എന്നിട്ട് 4 കിലോമീറ്റർ ഡ്രോപ്പ്, അങ്ങനത്തെ ഓരോ മാച്ചുകളാണ് വന്നത്. ഒരു പ്രത്യേക ചിഹ്നം കണ്ടതിൻ്റെ ടൈം അതെന്ത് സംഭവം എന്നറിയില്ല, ഞാൻ കാട്ടിത്തരാം. ഇതുണ്ടോ ഈ ഒരു ചിഹ്നം, അതെന്താ ഒരു പുതിയ സംഭവം വന്നാണ്. ഇതുണ്ടോ 5 കിലോമീറ്റർ പിക്കപ്പും 11 കിലോമീറ്റർ ഡ്രോപ്പ്, 229. അത് ഞാൻ എടുത്തില്ല. അപ്പോൾ അത് കലൂരിലേക്ക് കൊടുക്കാമായിരുന്നു. അല്ല, ഇത് എറണാകുളം ജംഗ്ഷനാണ്. കലൂർക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, നമുക്ക് ഏതായാലും ട്രിപ്പില്ല. അപ്പോൾ നേരെ നമ്മളെ വണ്ടിൻ്റെ സർവീസിൻ്റെ അവിടേക്ക് ചെന്ന് നോക്കാം. അവിടേക്ക് എത്ര ഇതുണ്ടെന്ന് നോക്കട്ടെ. അവിടേക്ക് 12 കിലോമീറ്റർ 25 മിനിറ്റ് ഉണ്ട്. അത് കുഴപ്പമില്ല, ഏതായാലും ഇവിടെ ചോറിയും കുത്തിക്കല്ലേ, വണ്ടി ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഓണാക്കി പോവാം. അതിൻ്റെ മുമ്പ് എന്തായാലും ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേൻ്റെ അവിടെ ചിറ്റത്തൂരൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ട്രിപ്പ് അടിക്കോക്കാരം. എന്തായാലും ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ എടുത്ത് ഓടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സർവീസ് സെൻ്ററിൽ പോവാം. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ. ഐ എം ഓൺ മൈ വേട കറക്റ്റ് ബോംബെ കഫിന്ന് ഇവിടെ നോയൽ എക്കോട്ടാറ്റ് നമ്മളെ റൂമിന്റെ ഏകദേശം അടുത്ത്. നമ്മളെ സെയിം വീൽ കപ്പുള്ള ഒരു വണ്ടി അവിടെ നിൽക്കലുണ്ടായിരുന്നില്ല, അവിടെയാണ് അത് ഉള്ളത്. 190 രൂപ 1 കിലോമീറ്റർ പിക്കപ്പ്, 1.3 കിലോമീറ്റർ പിക്കപ്പ്. ആള് നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത ഉടനെ നമുക്ക് ബി റൈറ്റ് ദെയർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ മെസ്സേജ് വിടുന്നുണ്ട്. സംഭവം എന്താ വെച്ചാല് ആ ട്രിപ്പ് എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ഡ്രൈവർമാരെടുത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ നേരം ഉണ്ടാവും ചിലപ്പോൾ അയാൾ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ട്, അതായിരിക്കും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചത്. അപ്പൊ ഏതായാലും ചെന്ന് നോക്കാം. 800 മീറ്ററും കൂടി ഉള്ളു പിക്കപ്പിന്. നമ്മളെ സങ്കടം പറഞ്ഞത് ഊബർ കേട്ടോണ്ടോ. അതെ, അമൃതയ്ക്കായിരുന്നു നമ്മൾ ട്രിപ്പ്. ഇതിപ്പോ അമൃത ഹോസ്പിറ്റലാണ്. 181 രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. നല്ല ബ്ലോക്കും മഴയും എല്ലാതും ഉണ്ട്. പിന്നെ ഇയാളെ നമുക്ക് ഇതിന് മുമ്പ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചോക്കിയപ്പോൾ ആളാണ് അമൃതയ്ക്കാണ്. അപ്പോ ഇൻഫോ പാർക്കൊക്കെ ഉള്ളത് മറ്റേ ഹോട്ടൽ ഫൈത്ത് നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. മഴ പെയ്താല് വണ്ടി ഓടിക്കൽ ഭയങ്കര റിസ്ക് ആണ്. ഈ ആകെ റോഡ് പൊളിഞ്ഞു കിടക്കാണ്, കുഴികളും കുണ്ടും എല്ലാം ഉണ്ട്, ചളിയും അതിൻ്റെ ഇടയിൽ മഴയും. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബർ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. നമുക്ക് കുന്നുംപുറം ജംഗ്ഷനിലാണ് ഉള്ളത്. കസ്റ്റമറെ പേര് ജി. ചെറിയ പിക്കപ്പ് ദൂരം ഉള്ളൂ, മറ്റേ 750 മീറ്റർ ഉള്ളൂ. 200 എത്ര ഉണ്ട്, 9 കിലോമീറ്റർ ആണ് ഡ്രോപ്പ് ഉള്ളത്. നമുക്ക് നാളത്തെ പള്ളുരുത്തിക്ക് ട്രിപ്പ് അടിച്ചു. 4 കിലോമീറ്റർ പിക്കപ്പും ഊബർ തന്നെ അടിച്ചത് 294 രൂപ. 16 കിലോമീറ്റർ ഉണ്ട് ഡ്രോപ്പ്. നഷ്ടം. ഏതായാലും ഇത് പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഇവിടെയാണ് നമ്മൾ റാപ്പിഡോന്റെ ലൊക്കേഷൻ കിടക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ വിളിച്ചൊരു ഇംഗ്ലീഷാണ് സംസാരിച്ചത്, ഇംഗ്ലീഷുകാരനെ ഒന്നും. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ആവാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. കറക്റ്റ് ഈ ഒരു നിൽക്കണോടത്താട്ടോ പോയിന്റ് കിടക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കും, ബാക്കിലുണ്ട്. ആള് ബാക്കിലുണ്ട്. ഇതാട്ടോ നമ്മളെ കസ്റ്റമർ. നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്. ഇതുണ്ട് ആസ്റ്റർ ഫാർമസി. മെഡിസിറ്റി അല്ല, ആസ്റ്റർ ഫാർമസി. അങ്ങോട്ടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിക്കപ്പ് 2.3 കിലോമീറ്റർ ഉണ്ട്. 2.9 ആയിരുന്നു. 12 മിനിറ്റ് ഉണ്ട്. ആൾ ക്യാൻസൽ ആക്കുമെന്ന് അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്. പ്ലീസ് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ഡോണ്ട് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട്. ഊബറിൽ അപ്പോൾ ഇതിനൊരു മാച്ച് ട്രിപ്പ് വന്നില്ല, അത് കിട്ടിയില്ല. അപ്പോൾ ഊബർ വീണ്ടും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ റാപ്പിഡോന്റെ ട്രിപ്പ് എടുക്കാൻ പോവാം. നല്ല ബ്ലോക്ക് ആട്ടോ. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടുത്തെ പാലാണിത്. അപ്പൊ നമുക്ക് പോകേണ്ടത് മറ്റേ പെരണ്ടൂർ റോഡ് പറഞ്ഞിട്ട് റോഡുണ്ട്, നമ്മളെ ദേശാമാനിന്റെ കൂടി ഉള്ളതാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ലെഫ്റ്റ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് റോഡ് കയറിയിട്ട് SRM റോഡ് കയറിയിട്ട് നമുക്ക് അതിലെ പോവാം. മറ്റോടത്ത് കൂടി നല്ല ബ്ലോക്കാണ്. അപ്പോൾ 1.8 കിലോമീറ്റർ കാണിക്കുന്നത്, 7 മിനിറ്റ്. കുഴപ്പമില്ല. 290 എത്ര ഫെയർ ഉണ്ട്. ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ ദീപ. 300 290 എത്ര ഉണ്ടായിരുന്നു, 300 ഇട്ടിട്ടുണ്ട് ആള്. പിന്നെ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റാപ്പിഡോയില്. സാധാരണ പോലെ 1000-ന്റെ റീചാർജ് ചെയ്യാം, 81 രൂപയുടെ. ഓക്കെ, അതിന്റെ റീചാർജ് ആയിട്ടുണ്ട്. റാപ്പിഡോന്റെ റീചാർജ് ആയിട്ടുണ്ട്, സക്സസ്ഫുൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മറ്റേ ഐലൻഡിലാണ്. ഫോർട്ട് കൊച്ചി പോണ അവിടെ ഐലൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇതെന്താ എന്തോ. അപ്പോൾ ഇവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടേക്ക് സൈഡാക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കാം. ചെറിയൊരു പണിയുണ്ട്.
സമയം ഇപ്പോൾ 12 മണിയുണ്ട് കേട്ടോ, 12:02 ഞാനിപ്പോഴാണ് ഊബർ ഓൺ ആക്കുന്നത്. ഊബർ ഓഫ്ലൈൻ ആയിരുന്നു. നമുക്ക് 9:20 ട്രിപ്പ് അടിച്ചാൽ ലാസ്റ്റ് റാപ്പിഡോൻ്റെ. റാപ്പിഡോ ഇവിടെ കുറവാണ്, പിന്നെ ഇപ്പോഴാണ് ഊബർ ഓൺ ആക്കണേ. ഇനിയിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി നിന്ന് നോക്കാം ഊബർ ഓൺ ആക്കിയാണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തോപ്പുംപടിക്ക് പോവാം. ഏതായാലും ഇത്ര സമയമായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കേട്ടോ, ഐലൻഡ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഊബർ ഓഫ് ചെയ്തിട്ട് ചോറ് കഴിക്കാം. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി പോവാം, നേരെ തോപ്പുംപടിക്ക് പോവാം. ഞാൻ പോവാൻ നിൽക്കായിരുന്നു, പിന്നെ ആലോചിച്ചത് ചെറിയൊരു വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഊബർ ഓൺ ആക്കാം. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഒരു ചോറും ബീഫും കഴിച്ച്. അപ്പം നമുക്ക് ഓൺ ആക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു രവിപുരത്തേക്ക്. 150 മീറ്റർ കൂടി ഉള്ളൂ ഇനി പിക്കപ്പ്. 170 രൂപ എന്തോ ഉണ്ട്, അല്ല 150, 8 കിലോമീറ്റർ ഉണ്ട് ഡ്രോപ്പ്. അത് കുഴപ്പമില്ല, പിക്കപ്പ് നമുക്ക് അടുത്ത് തന്നെ കിട്ടി. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് നമ്മളെ ഷിപ്പ് യാർഡിന്റെ ഓപ്പോസിറ്റേക്കായിരുന്നു. 154 രൂപ കിട്ടിയില്ല നമുക്ക്, 154. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പനമ്പള്ളി ഭാഗത്തേക്ക് പോവാം, പനമ്പള്ളിക്ക് പോവാം. ഐലൻഡിൽ നിന്ന് നമുക്ക് രവിപുരം അടിച്ച് ചെയ്താലും നന്നായി. തോപ്പുംപടി പോകാൻ വലിയ മൂടുണ്ടായില്ല. അവിടെ പോയാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂല. പിന്നെ പള്ളുരുത്തി ഭാഗത്തേക്ക് പോയി നോക്കേണ്ടി വരും. അവിടെ പോയാൽ ചിലപ്പോഴേ ചാൻസ് കിട്ടുള്ളൂ, അവിടെയൊക്കെ വണ്ടി ഇടാൻ സ്ഥലമില്ല. ഏതായാലും ട്രിപ്പ് അടിച്ചാൽ നന്നായി. ഇപ്പൊ പനമ്പള്ളി എത്താനായിട്ടുണ്ട്. നമ്മള് പോകുന്ന റോഡ് മമ്മൂട്ടിന്റെ വീടിന്റെ കൂടെ കേട്ടോ. ഇത് മമ്മൂട്ടിന്റെ വീടാ, അതവിടെ എഴുതിച്ചിട്ടുണ്ടോ, മമ്മൂട്ടി ഹൗസ്. മമ്മൂട്ടിന്റെ വീടാണിത്. ഇതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് ബാക്കിൽ അവിടെ കുഞ്ചാബ് ഗോപന്റെ വീടുണ്ട്. ഇവിടെ മമ്മൂട്ടി ഉണ്ടോന്നാവോ, ചൊറയിച്ചോണ്ട് കേക്കരോ. മമ്മൂട്ടിന്റെ വണ്ടികളെ എവിടെ വെച്ചിക്കണ അറിയോ? ഇതിന്റെ ലാസ്റ്റ് മതിലിതാ, ഈ മതിലിന്റെ അവിടെ മമ്മൂട്ടിന്റെ കാരവാൻ ഉണ്ടാവും, ബസ്സില്ലേ, അത് ഇവിടെ ഡ്രോപ്പ് പാർക്ക് ചെയ്യല്. അപ്പോ ഈ ഗേറ്റിനകത്ത് മുഴുവൻ മമ്മൂട്ടിന്റെ വണ്ടി, 369 രജിസ്ട്രേഷൻ വണ്ടികളാണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ. ഞാൻ ഇന്നാൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നാൾ അവിടെ നിന്ന് ഒരു കറണ്ട് ബില്ല് കിട്ടി. ദുൽഖറിന്റെ പേരിലാണ് കറണ്ട് ബില്ലുള്ളത്. ഇവിടെ ഉണ്ടോ ബസ് എടുത്തല്? ബസ് അവിടെ കാണല്ലേ, എനിക്കൊന്നും അവിടെ ഒരു ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അവിടെ ഒരു കിയന്റെ വണ്ടി ഉണ്ട്. കിയ മമ്മൂട്ടിന്റെ ആണോ? അല്ലല്ലോ. ഞാൻ അവിടെ ഒരു ബെൻസ് കിടക്കുന്നുണ്ട് ബ്ലാക്ക്, അതൊന്നും മമ്മൂട്ടിന്റെ ആവില്ല. ഏതായാലും അതിൻ്റെ ഉള്ളിലാണ് വണ്ടികളൊക്കെ വെക്കല്, ആ ഗേറ്റിന്റെ അവിടെ. നമുക്ക് ഇവിടെ കുറച്ച് നേരം പാർക്ക് ചെയ്ത് വെക്കാം, ട്രിപ്പ് അടിക്കോട്ടെ. നമ്മള് കുറേ നേരം അവിടെ നിന്നിട്ട് ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്, 2:04 ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിക്കാണ്, മറ്റേ ഹിൽ പാലസിന്റെ അടുക്ക്. ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടോ. ഈ എളംകുളം അവിടെ മുതല്, എളംകുളത്തിന്റെ കുറെ മുമ്പ് തന്നെ ഉണ്ട്, അവിടുന്ന് സ്റ്റാർട്ട് ആയിക്കോണു ബ്ലോക്ക്. വൈറ്റിലെ വരെ ഉണ്ട് തോന്നുന്നുണ്ട്, സിഗ്നൽ വരെ. അപ്പൊ ഇന്നെന്താന്ന്, ഒന്ന് വെള്ളിയാഴ്ച അല്ലേ, നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ സമയം ഇപ്പൊ 2 മണിയായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിക്കണം. ഇന്ന് എന്തായാലും നേരെ സർവീസ് സെന്ററിൽ കയറ്റാം. ഞാൻ അന്ന് സൈഡ് നോക്കുമ്പോഴൊക്കെ കണ്ട്, എന്നാളെ ഛർദ്ദിച്ചത് എപ്പോഴും ഉണ്ട്. ഞാൻ മറ്റേ മതിലിനോട് ചാരിയാണ് രാത്രി ഇടില്ല, അതുകൊണ്ട് കാണലില്ല. അപ്പൊ ഇന്നിപ്പോ ഞാൻ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സാധനം കണ്ടത്. അപ്പൊ ഇതിങ്ങനെ വെച്ച് പോകണ്ടല്ലോ. അപ്പൊ സർവീസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇന്നത്തോടെ ഓട്ടം ഇതോടെ നിർത്തും. അപ്പൊ നമ്മളെ തൃപ്പൂണിത്തുറയിലുള്ള സൈ സർവീസിക്ക് എത്തിയിട്ടുണ്ട്. ഊബർ ഞാൻ ഓഫ് ചെയ്തിട്ടോ, 335 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. പിന്നെ ഇനി ഓർഡർ ഉണ്ടാവില്ല, ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഡെസ്റ്റിനേഷൻ ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇനി വാട്ടർ സർവീസ് ചെയ്യണ്ടേ. അപ്പൊ നമ്മള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് AC ഒക്കെ കൊണ്ടുപോകാണ്ട് TV കാണാം. നമ്മളെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിട്ടോ, സമയം 5:16 1 മണിക്കൂർ എന്തോ എടുത്തിട്ടുള്ളൂ. പക്ഷെ വണ്ടി മൊത്തം അടിപൊളിയായി ക്ലിയറായി, നല്ല വെളുത്ത് കുട്ടപ്പനായിട്ടുണ്ട്. നമ്മളെ ഛർദിലൊക്കെ പോയിട്ടോ, ഒപ്പത്തിന് ചളിയായി. കണ്ടേ, ഇപ്പൊ എന്തായാലും വണ്ടി സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ വണ്ടിമേ ഒരു പുതിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, സൈ സർവീസ്. ഞാനെങ്കിൽ ഏതപ്പോ ഈ വണ്ടിയായിരുന്നു. അപ്പൊ നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചാണേ, ഉള്ളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മാറ്റൊക്കെ അടിപൊളിയായി കേക്ക് കുട്ടപ്പനാക്കി. ഫുൾ ഫ്രീ സർവീസ് ആട്ടോ. അവിടുന്ന് മെയിൻ്റനൻസ് സർവീസ് ചെയ്തപ്പോൾ ഒരു ഫ്രീ സർവീസിന്റെ ഒരു കാർഡ് തന്നെയാണ്. 0 പേയ്മെന്റ് ആണ്. 2-3 ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട വെള്ളമടിച്ചു തരും. ഇനി ഏതായാലും ഇന്നത്തെ പരിപാടി നിർത്തിക്കണേ. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് കുറച്ച് 2 ആൾക്കാരെ കാണാണ്ട്. അപ്പോൾ 5:17 ആയി. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം.